പൂർണ്ണമായും സ്വാഗതാർഹമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും സിദ്ദിഖ്. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന മോഷണം. 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. കണ്ടശാം കടവ് ഗവൺമെന്റ് സ്കൂളിൽ നിന്നും പണം മോഷണം പോയി. കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗം ചേർന്നു. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. ചലച്ചിത്ര നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. വിടവാങ്ങിയത് ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാനപാതയിൽ റോഡിന്റെ നിർമ്മാണ പ്രവർത്തികളുടെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശിയും മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ വിശദമായി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സിനിമയിൽ പവർ ഗ്രൂപ്പും മാഫിയയും ഇല്ല. ഒരു പവർ ഗ്രൂപ്പിനും സിനിമയെ നിയന്ത്രിക്കാനാകില്ലെന്നും സിദ്ദിഖ് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കണം. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും കുറ്റക്കാർക്കെതിരെ കേസെടുക്കണമെന്നും സിദ്ദിഖ് വ്യക്തമാക്കി. റിപ്പോർട്ടിന്റെ പേരിൽ മേഖലയെ മൊത്തം ആക്ഷേപിക്കരുത്. സംഘടനയെ പ്രതിക്കൂട്ടിലാക്കാനുള്ള ശ്രമങ്ങളിൽ വേദനയുണ്ടെന്നും സിദ്ദിഖ് പറഞ്ഞു. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തിത്തുറന്ന് മോഷണം. സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. വരിക്കശ്ശേരി വീട്ടിൽ ഏലിക്കുട്ടിയുടെ പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്നാണ് മോഷണം നടന്നത്. തനിച്ചു താമസിക്കുന്ന ഏലിക്കുട്ടി രാത്രിയിൽ അടുത്തുള്ള മകന്റെ വീട്ടിലാണ് കിടക്കാൻ പോകാറുള്ളത്. രാവിലെ തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത്. 2.5 പവന്റെ സ്വർണ്ണമാലയും 12,000-ഓളം രൂപയും നഷ്ടപ്പെട്ടു. വീടിനകത്ത് അലമാരകളും മറ്റും തുറന്നു വലിച്ചിട്ട് വാരിയിട്ട നിലയിലായിരുന്നു. മുളകുപൊടി വിതറിയതിനു ശേഷമാണ് മോഷ്ടാക്കൾ രക്ഷപ്പെട്ടിരിക്കുന്നത്. ഇരിങ്ങാലക്കുട SI സുധാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സംഘം എത്തി അന്വേഷണം ആരംഭിച്ചു. കണ്ടശാം കടവ് ഗവൺമെന്റ് സ്കൂളിൽ മോഷണം. NSS യൂണിറ്റിന്റെ സ്റ്റോർ മുറിയുടെ വാതിൽ കുത്തി തുറന്നാണ് മോഷണം നടത്തിയിട്ടുള്ളത്. വയനാട് ദുരിതബാധിതരെ സഹായിക്കുന്നതിനു വേണ്ടി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ വിദ്യാർത്ഥികൾ ശേഖരിച്ച് സൂക്ഷിച്ചുവെച്ച 2,000 രൂപയും മോഷ്ടാക്കൾ കവർന്നു. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സ്കൂളിലെ 3 CCTV ക്യാമറകൾ മോഷണം പോയിരുന്നു. കമ്പ്യൂട്ടർ റൂം തകർത്ത് അകത്ത് കയറി ഉപകരണങ്ങൾ കേടുവരുത്തിയിരുന്നു. ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും പതിവ് പോലെ അന്തിക്കാട് പോലീസ് എത്തി അന്വേഷണം നടത്തുമെങ്കിലും ഒരു കേസിലും പ്രതികളെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ലെന്ന പരാതിയുണ്ട്. വിദ്യാലയവുമായി ബന്ധപ്പെട്ട മോഷണങ്ങളിൽ പ്രതികളെ പിടികൂടി മാതൃകാപരമായി ശിക്ഷിക്കാൻ അടിയന്തര നടപടികൾ വേണമെന്ന് പ്രിൻസിപ്പൽ A. അബീദ, പ്രോഗ്രാം ഓഫീസർ R. രാജശ്രീ, ക്ലസ്റ്റർ കോർഡിനേറ്റർ R. ശാലിനി, NSS സ്റ്റോർ ചുമതലക്കാരായ അലോൺ റൈജു, മുഹമ്മദ് സിനാൻ എന്നിവർ ആവശ്യപ്പെട്ടു. രാവിലെ സ്കൂൾ അധ്യയനം നടന്നപ്പോൾ കാണാൻ സാധിച്ചത് NSS സ്റ്റോർ കുത്തിത്തുറന്ന് അതിൽ നിന്ന് 2,000-ഓളം രൂപ നഷ്ടമായി. സാധനങ്ങളൊക്കെ അലങ്കോലപ്പെടുത്തുന്ന അവസ്ഥയിലായിരുന്നു. അതുപോലെ സ്കൂൾ ഗാർഡനിലുള്ള ചെടികളെല്ലാം നശിപ്പിക്കപ്പെട്ട നിലയിലും പൈപ്പ് തകർത്ത നിലയിലും കാണപ്പെടുകയുണ്ടായി. കാഞ്ഞാണി തൃക്കുന്നത്ത് ശിവക്ഷേത്രത്തിൽ ഓട് പൊളിച്ച് അകത്ത് കയറി മോഷണം. കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നത്. കുന്നിനു മുകളിലുള്ള ശിവക്ഷേത്രത്തിന്റെ ചുറ്റമ്പലത്തിന്റെ ഓട് പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. ഗണപതി പ്രതിഷ്ഠയുടെ മുന്നിലുള്ള ഭണ്ഡാരമാണ് കുത്തിത്തുറന്നിട്ടുള്ളത്. കർക്കിടക മാസത്തിലെ ഭണ്ഡാരവരവ് എടുത്തിരുന്നില്ല. ഭണ്ഡാരം കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച ഇരുമ്പ് കമ്പി സ്ഥലത്തു നിന്നും കണ്ടെത്തി. അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. കോർപ്പറേഷൻ കൌൺസിൽ യോഗം നാളെ നടക്കാനിരിക്കെ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗം ചേർന്നു. ഓണാഘോഷം സംബന്ധിച്ച് മന്ത്രി പ്രസ്താവന ഇറക്കിയപ്പോഴേക്കും ധൃതി പിടിച്ച് പുലിക്കളി വേണ്ടെന്ന് വെച്ച മേയറുടെ തീരുമാനത്തിൽ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗം പ്രതിഷേധം രേഖപ്പെടുത്തി. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കാൻ പാർലമെന്ററി പാർട്ടി യോഗം തീരുമാനിച്ചു. പുലിക്കളി വേണ്ടെന്ന മേയറുടെ തീരുമാനം ധൃതി പിടിച്ചതും ജാഗ്രത കുറവുമാണെന്ന് പ്രതിപക്ഷ നേതാവ് രാജൻ J. പല്ലൻ
പറഞ്ഞു. പുലിക്കളി വേണമോ വേണ്ടയോ എന്ന് ആലോചിക്കാൻ മേയർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിൽ 5-ൽ താഴെ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും മാത്രമാണ് പങ്കെടുത്തതെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. അതേസമയം നാളെ ചേരുന്ന കോർപ്പറേഷൻ കൌൺസിൽ യോഗം നിർണായകമാണ്. കൌൺസിൽ യോഗം ചേർന്ന ശേഷം പുലിക്കളി സംബന്ധിച്ച് അന്തിമ തീരുമാനമെടുക്കുമെന്നാണ് മേയർ നേരത്തെ അറിയിച്ചിരുന്നത്. ഇത്തവണ 9 ടീമുകളാണ് പുലിക്കളിക്ക് പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിനിടെ കുമ്മാട്ടി കളിക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് കുമ്മാട്ടി സംഘങ്ങൾ മേയർക്ക് വീണ്ടും നിവേദനം നൽകി. ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ആമേൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. 37 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയോടെയായിരുന്നു അന്ത്യം. തൃശൂർ ചേർപ്പിലെ വസതിയിൽ അവശനിലയിൽ കണ്ടെത്തിയ നിർമ്മലിനെ ഇന്ന് പുലർച്ചെയോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊമേഡിയനായാണ് നിർമ്മൽ ബെന്നി തന്റെ കരിയർ ആരംഭിക്കുന്നത്. യൂട്യൂബ് വീഡിയോകളിലൂടെയും സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു. 2012-ൽ നവാഗതർക്ക് സ്വാഗതം എന്ന സിനിമയിലൂടെ ചലച്ചിത്രാഭിനയ രംഗത്തെത്തി. തുടർന്ന് ആമേൻ, ദൂരം എന്നിവയുൾപ്പെടെ 5 ചിത്രങ്ങളിൽ അഭിനയിച്ചു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ പറഞ്ഞു. റോഡിലെ കുഴികൾ അടയ്ക്കാൻ 59 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ അടിയന്തരമായി പൊതുമരാമത്ത് വകുപ്പിനെ കൈമാറിയത്. പ്രക്ഷോഭ സമരങ്ങൾ രൂക്ഷമായതോടെ മഴ മാറി നിന്ന സാഹചര്യത്തിലാണ് കുഴിയടയ്ക്കൽ ആരംഭിച്ചിട്ടുള്ളത്. കേച്ചേരി ചൂണ്ടൽ റോഡിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചാണ് റോഡ് അറ്റകുറ്റപ്പണികൾ ചെയ്യുന്നത്. വാഹനങ്ങൾ കേച്ചേരി, ആളൂർ, മറ്റം, കൂനുമുച്ചി, ചൂണ്ടൽ വഴിയാണ് തിരിച്ചുവിടുന്നത്. റോഡ് തകർച്ച പരിഹരിക്കാൻ നിരവധി തവണ ജില്ലാ കളക്ടർ യോഗം വിളിച്ചിരുന്നു. ആഴ്ചകൾക്ക് മുമ്പ് കുഴികളിൽ കൊണ്ടുവന്നിട്ട ക്വാറി വേസ്റ്റ് ഇളകി പൊടി രൂക്ഷമായെങ്കിലും ചാറ്റൽ മഴ പെയ്തതോടെ റോഡ് മുഴുവൻ ക്വാറിപ്പൊടി കുതിർന്ന ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. തൃശൂർ റോഡിൽ മുണ്ടൂർ മുതൽ ചൂണ്ടൽ വരെയുള്ള ഭാഗങ്ങളിലാണ് വൻ കുഴികൾ ഉള്ളത്. കൈപ്പറമ്പ് ഇറക്കത്ത് പെട്രോൾ പമ്പിന് മുൻപിൽ വെള്ളം കെട്ടിനിന്ന് വൻ കുഴിയാണ് രൂപപ്പെട്ടിട്ടുള്ളത്. ഇതിനെതിരെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ സമരങ്ങൾ നടത്തിയിരുന്നു. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. ഒരാൾ അറസ്റ്റിൽ. 33 വയസ്സുള്ള പത്മനാഭ ഗൌഡയാണ് മരിച്ചത്. സംഭവത്തിൽ സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ 15-ാം തീയതിയായിരുന്നു കേസിനാസ്പദമായ സംഭവം. കുന്നംകുളം ബൈജു റോഡിലെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഇരുവരും തമ്മിൽ വാക്കുതർക്കവും കയ്യാങ്കളിയും നടന്നു. ഏറ്റുമുട്ടലിൽ പരിക്കേറ്റ പത്മനാഭ ഗൌഡ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ മരിക്കുകയായിരുന്നു. കോടശ്ശേരി മേട്ടിപ്പാടത്ത് ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. മാരാങ്കോട് ആക്കാംപറമ്പിൽ ജോസഫ് മകൻ 36 വയസ്സുള്ള ഷിജോയാണ് മരിച്ചത്. വ്യാഴാഴ്ച രാത്രിയായിരുന്നു അപകടം. മാരാങ്കോട് നിന്ന് ചാലക്കുടിയിലേക്ക് വരികയായിരുന്ന ഷിജോയുടെ ബൈക്ക് ചൌക്കയിൽ നിന്നും വന്ന ഓട്ടോയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വെള്ളിയാഴ്ച രാവിലെയാണ് മരിച്ചത്. കേരളത്തിലെ KEB മുൻകൈയെടുത്ത് കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച വൈദ്യുതി ചാർജിംഗ് സ്റ്റേഷനുകൾ നോക്കുകുത്തിയായി മാറിയെന്ന് കോൺഗ്രസ് നേതാക്കൾ. കോടികൾ ധൂർത്തടിച്ച ഈ പദ്ധതികൾ CBI അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് കോൺഗ്രസ് നേതാക്കളുടെ നേതൃത്വത്തിൽ ചാർജ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിച്ചു. വൈദ്യുതി ബസ്സുകൾ ഉൾപ്പെടെ വൈദ്യുതി ഉപയോഗിച്ചോടുന്ന വാഹനങ്ങൾ ചാർജ് ചെയ്യുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാരിന്റെ പാരമ്പര്യേതര ഊർജ്ജ ഫണ്ട് ഉപയോഗിച്ച് KEB സബ്സ്റ്റേഷനുകൾക്കും വൈദ്യുതി ഓഫീസുകൾക്കും അരികിൽ 100 കണക്കിന് ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനുകൾ ആരംഭിച്ചത്. പക്ഷേ പദ്ധതി കമ്മീഷൻ ചെയ്യുമ്പോൾ തന്നെ നിലവിൽ ഡെൽറ്റ കമ്പനി സ്ഥാപിച്ച ചാർജിംഗ് ഉപകരണങ്ങൾ കാലഹരണപ്പെട്ടിരുന്നു. ഈ ഉപകരണങ്ങൾ വെച്ച് ചാർജ് ചെയ്യുന്ന വാഹനങ്ങളും നിരത്തിലിറങ്ങാതെയായി എന്നും കോൺഗ്രസ് ആരോപിച്ചു. പുതിയ വാഹനങ്ങൾ ചാർജ് ചെയ്യാൻ നിലവിലെ സ്റ്റേഷനിൽ സാധിക്കാത്ത അവസ്ഥയിൽ ചാർജിംഗ് ഉപകരണങ്ങൾ മുഴുവനായി മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ടി വരും. നിലവിൽ 35 ലക്ഷം രൂപയാണ് എങ്കക്കാട് സ്റ്റേഷനു വേണ്ടി ചിലവാക്കിയിട്ടുള്ളത്. ഒരു വാഹനം പോലും ഉദ്ഘാടനം കഴിഞ്ഞ് ഇവിടെ ചാർജ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കക്കാട് ചാർജിംഗ് സ്റ്റേഷൻ സന്ദർശിച്ച കോൺഗ്രസ് നേതാക്കൾ പദ്ധതിയുടെ പ്രവർത്തനം വിലയിരുത്തി. കോടികൾ ദൂർത്തടിച്ച പദ്ധതി സംബന്ധിച്ച് CBI അന്വേഷണം നടത്തണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നും സ്ഥലം സന്ദർശിച്ച DCC ജനറൽ സെക്രട്ടറിയും നഗരസഭാ പ്രതിപക്ഷ നേതാവുമായ K. അജിത് കുമാർ ആവശ്യപ്പെട്ടു. KEBയുടെ ഒരു പുതിയ വരുമാന സ്രോതസ് എന്നുള്ള നിലയ്ക്ക് കേരളത്തിലെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സബ്സ്റ്റേഷനുകളോടും KEB ഓഫീസുകളോടും ചേർന്ന് ഇതുപോലുള്ള ചാർജിംഗ് സ്റ്റേഷനുകളുണ്ട്. പാരമ്പര്യേതര ഊർജ വികസനത്തിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ കേരളത്തിന് അനുവദിക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ഈ രീതിയിലാണ് ഇപ്പോൾ കേരളത്തിൽ വിനിയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. യാതൊരു സാങ്കേതിക തകരാറും ഇതിലുണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ നോക്കാൻ ഒരാൾ പോലുമില്ല. ഇത് സംബന്ധിച്ച പരാതികൾ ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നൽകുമെന്ന് K. അജിത് കുമാർ അറിയിച്ചു.
കോൺഗ്രസ് നേതാക്കളായ ബിജു ഇസ്മായിൽ, AS ഹംസ, ശശി മംഗലം, ബാബുരാജ് കണ്ടേരി, CR രാധാകൃഷ്ണൻ, KH സിദ്ദീഖ് എന്നിവർ സ്ഥലം സന്ദർശിച്ചു. TCV ന്യൂസ്, വടക്കാഞ്ചേരി. ഹെൽത്തി കേരളയുടെ ഭാഗമായി ഒരുമനയൂർ പഞ്ചായത്തിലെ ചേറ്റുവയിൽ 15 സ്ഥാപനങ്ങളിൽ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിലും ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് ഇല്ലാത്തതിന്റെ അടിസ്ഥാനത്തിലും തട്ടുകടകൾ, ബേക്കറികൾ, ജ്യൂസ് കടകൾ, സമൂസ നിർമ്മാണ കേന്ദ്രങ്ങൾ, ഹോട്ടലുകൾ, കാറ്ററിംഗ് സെന്ററുകൾ, ചായക്കടകൾ തുടങ്ങിയ 15 സ്ഥാപനങ്ങൾ അടപ്പിച്ച് ജീവനക്കാരുടെ ഹെൽത്ത് കാർഡും സ്ഥാപനങ്ങളുടെ ലൈസൻസും പരിശോധിച്ചു. മറ്റു പഞ്ചായത്തുകളിൽ നിന്നും വരുന്ന കുടിവെള്ള ടാങ്കുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കി. ജലപരിശോധനാ ഫലം നിർബന്ധമാക്കി. ഹെൽത്ത് കാർഡില്ലാത്ത 3 പേരെ സ്ഥാപനങ്ങളിൽ നിന്നും ഒഴിവാക്കി. ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PM വിദ്യാസാഗർ, മണിമേഖല, പബ്ലിക് ഹെൽത്ത് നഴ്സുമാരായ VV അജിത, NS സുമംഗല, ആശാ വർക്കർ പ്രീത എന്നിവർ നേതൃത്വം നൽകി. നെല്ലുവായ് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ മദ്ദളകേളി മത്സരത്തിൽ വിജയികളായവരെ അനുമോദിച്ചു. വെള്ളാറ്റഞ്ഞൂർ ശങ്കരൻ നമ്പീശൻ സ്മാരക ട്രസ്റ്റ് നടത്തിയ അഖില കേരള മദ്ദളകേളി മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയ KS സിദ്ധാർത്ഥ്, 2ാം സ്ഥാനം നേടിയ TJ അഥർവ്, 3ാം സ്ഥാനം നേടിയ MA നിരഞ്ജൻ എന്നിവരെയാണ് അനുമോദിച്ചത്. യോഗം കുന്നംകുളം താലൂക്ക് ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് NB ബിജു ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് TK ശിവൻ അധ്യക്ഷത വഹിച്ചു. വായനശാല സെക്രട്ടറി അജു നെല്ലുവായ്, NS ബാലാജി, പ്രദീപ് നെല്ലുവായ്, PC അപാൽമണി, KP പ്രശാന്ത് വടുതല, ഷീല രാജൻ തുടങ്ങിയവർ സംസാരിച്ചു. ചിറ്റാറ്റുകര സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ കലോത്സവം സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പിടിയത്ത് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ജിൻഡോ ജോസ് തേറാട്ടിൽ അധ്യക്ഷത വഹിച്ചു. എളവള്ളി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TC മോഹനൻ, പ്രധാന അധ്യാപകൻ MK സൈമൺ, കലോത്സവ കൺവീനർ PL ഷാൻഡി, വാർഡ് മെമ്പർ MK ശരത് കുമാർ, മദർ PTA പ്രസിഡന്റ് സൈന ബാബു തുടങ്ങിയവർ സംസാരിച്ചു. വയനാട്ടിലെ വിദ്യാലയത്തിന് സ്മൃതി ശിലാവലയം തീർത്ത് വലപ്പാട് GDM സ്കൂളിലെ കുരുന്നുകൾ. വയനാട് ചൂരൽമലയിൽ ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല സ്കൂളിന് സ്മൃതി വലയമൊരുക്കി വിദ്യാർത്ഥികളും അധ്യാപകരും. വലപ്പാട് GDM LP സ്കൂളിലാണ് വയനാട് ഉരുൾപൊട്ടലിൽ നാമാവശേഷമായ വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വീണ്ടെടുപ്പിനായി വിദ്യാലയങ്കണത്തിലെ ഗാന്ധിമരത്തണലിൽ കരിങ്കൽ ശിലകളാൽ സ്മൃതി വലയം തീർത്തത്. 100 സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള ശിലാവലയത്തിൽ വയനാടൻ സംസ്കാരത്തെ പ്രതിഫലിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഗോത്രകലയായ വാർലി ചിത്രങ്ങളാൽ അവതരിപ്പിച്ചിട്ടുണ്ട്. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാടിന്റെ വീണ്ടെടുപ്പിന്റെ പ്രതീകമായി വിദ്യാർത്ഥികൾ തയ്യാറാക്കിയ വീടുകളുടെയും ആരാധനാലയങ്ങളുടെയും പൊതുസ്ഥാപനങ്ങളുടെയും മാതൃകകൾ ശിലാവലയത്തിലുണ്ട്. വെള്ളാർമല വിദ്യാലയത്തിന്റെ വിവിധ ബ്ലോക്കുകളുടെ രൂപമാതൃകകളും വിദ്യാർത്ഥികൾ ശിലാവലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. വയനാടിന്റെ പ്രത്യാശയുടെ പ്രതീകമായി പട്ടങ്ങളും വൃക്ഷശിഖരങ്ങളിൽ തൂക്കിയിട്ടുണ്ട്. നമ്മുടെ ആഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഈ ഭൂമിയിലുണ്ട്, അത്യാഗ്രഹങ്ങൾ നിവർത്തിക്കാനുള്ളത് ഇവിടെയില്ല എന്ന ഗാന്ധി വചനവും ശിലാവലയത്തിലുണ്ട്. പലപ്പോഴും ഇത്തരം പ്രകൃതി ദുരന്തങ്ങൾ സംഭവിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുകയും ജീവനുകൾ പൊലിയുകയും ചെയ്യുമ്പോഴും ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ അത് വിസ്മൃതിയിലാണ്ട് പോവുകയാണ് പതിവ്. എന്നാൽ ഇത്തരം ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് പാരിസ്ഥിതികമായ പ്രശ്നങ്ങൾ കൊണ്ടാണ്. മനുഷ്യൻ്റെ അശ്രദ്ധമായിട്ടുള്ള പ്രകൃതി ചൂഷണത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നതെന്നാണ് വിലയിരുത്തപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ പുതുതലമുറയിൽ ഇത്തരം ദുരന്തങ്ങളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനും പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ സന്ദേശം പകരുന്നതിനും വേണ്ടിയാണ് ഈ ശിലാവലയം നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്. പരിസ്ഥിതി ദുരന്തത്തിന്റെ ഓർമ്മകളും പരിസ്ഥിതി സംരക്ഷണത്തിന്റെ ആവശ്യകതയും ഓർമ്മപ്പെടുത്തുക കൂടിയാണ് ഈ ശിലാവലയം. TCV ന്യൂസ്, കയ്പമംഗലം. പഴയന്നൂർ ബസ് സ്റ്റാൻഡിലെ ശൌചാലയം പൂട്ടിയിട്ട നിലയിൽ. ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരുന്ന യാത്രക്കാർ ദുരിതത്തിലായി. ഒരാഴ്ചയിലധികമായി ശുചിമുറികൾ പൂട്ടിയിട്ടിരിക്കുകയാണ്. വൃത്തിഹീനമായ രീതിയിലാണ് ഇവിടെ ബസ് സ്റ്റാൻഡിനകത്തെ ശൌചാലയം പ്രവർത്തിച്ചു വന്നിരുന്നതെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. പഞ്ചായത്ത് അധികാരികളുടെ നിഷ്ക്രിയത്വമാണ് ഇതിന് കാരണമെന്നും ആരോപണവും ഉയരുന്നുണ്ട്. ശുചിമുറി ഉടൻ തുറക്കണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ഇതിന്റെ അഴുക്കുകൾ മൊത്തം പുറത്താ, വെളിയിലേക്ക് തള്ളുകയാണ്. ഇവിടെ ഞങ്ങളെന്ന് പറഞ്ഞ കാലത്ത് ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകുന്നത് ഇവിടുന്ന് 9-10 മണിക്കാണ്. അപ്പൊ ഈ സ്മെല്ല് മുഴുവൻ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ട് കിടക്കുക. ഇവിടെ ഞങ്ങൾ ഈ ഓട്ടോക്കാരും യാത്രക്കാരും എല്ലാവരും, ഇപ്പൊ ഒരാളെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല.
സംസ്ഥാനത്ത് ഇടത്തരം മഴ തുടരാൻ സാധ്യത. മലയോര മേഖലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. എന്നാൽ ഇന്നും നാളെയും ജില്ലകളിൽ പ്രത്യേക മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. ലക്ഷദ്വീപിന് മുകളിലായി സ്ഥിതി ചെയ്തിരുന്ന ചക്രവാത ചുഴി മധ്യകിഴക്കൻ അറബിക്കടലിൽ കർണാടക ഗോവ തീരത്തിന് മുകളിൽ ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. ശനിയാഴ്ചയോടെ വടക്കൻ ബംഗാൾ ഉൾക്കടലിൽ പുതിയൊരു ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങൾ അടുത്തറിയാൻ വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥികൾ വരന്തരപ്പള്ളി പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചു. വിദ്യാർത്ഥികളും അധ്യാപകരും ഉൾപ്പെടെ 50ഓളം പേരാണ് പഞ്ചായത്ത് സന്ദർശിച്ചത്. പഞ്ചായത്തിന്റെ കീഴിലുള്ള 22 വാർഡുകളെക്കുറിച്ചും വിവിധ വികസന പദ്ധതികളെപ്പറ്റിയും പഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ കുട്ടികൾക്ക് വിശദീകരിച്ചു കൊടുത്തു. സോഷ്യൽ സയൻസ് ക്ലബിന്റെ പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ടാണ് കുട്ടികൾ പഞ്ചായത്ത് ഓഫീസ് സന്ദർശിച്ചത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി ജി അശോകൻ, സെക്രട്ടറി ഷജി തോമസ്, ജൂനിയർ സൂപ്രണ്ട് സുമേഷ് എന്നിവർ ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ ഡോക്ടർ കെ രമാദേവി, പ്രോഗ്രാം കോർഡിനേറ്റർ കെ സി ശരണ്യ, അധ്യാപികമാരായ കെ ശ്രുതി, പി വിനീത, ആർ നിജ എന്നിവർ നേതൃത്വം നൽകി. ഡാമുകളിലും നദികളിലും അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾസ് ലവ് മനുഷ്യ സൌഹൃദ കൂട്ടായ്മ ധർണ നടത്തി. കളക്ടറേറ്റിന് മുന്നിൽ നടന്ന ധർണ പീപ്പിൾസ് ലവ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സുജിത് പാലിയക്കര, ഷാജു മംഗലാൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. താന്യം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ കെട്ടിട നിർമ്മാണോദ്ഘാടനവും അവാർഡ് ദാനവും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ നിർവഹിച്ചു. സാക്സാഫോൺ കലാകാരൻ കിഷോർ കുമാർ അന്തിക്കാട് കലോത്സവം ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് കെ എ അസീസ് അധ്യക്ഷനായി. താന്യം പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സുർജിത്ത്, താന്യം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സിജോ പുലിക്കോട്ടിൽ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇങ്ങനെ ഒരു നല്ലൊരു വിജയദിനത്തിൽ നിങ്ങൾക്ക് കൂടെ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം തോന്നുന്നു. ഇതിനു മുമ്പ് സംസാരിച്ചവരെ വെച്ച് മനസ്സിലായത് ഈ ജില്ലയിൽ തന്നെ നല്ലോണം പെർഫോം ചെയ്യുന്ന ഒരു സ്കൂളായിട്ടാണ് നമുക്ക് മനസ്സിലാവുന്നത്. ജില്ലയിൽ തന്നെ തുടർച്ചയായ 2ാം തവണ ഗവൺമെൻറ് സ്കൂളുകൾക്കിടയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ കാര്യം തന്നെയാണ്. ഉന്നത വിജയം നേടിയ കടലാക്രമണം രൂക്ഷമായ വാടാനപ്പള്ളി ഗണേശമംഗലം ബീച്ച് BJP ജില്ലാ പ്രസിഡന്റ് കെ അനീഷ് കുമാർ സന്ദർശിച്ചു. കടലാക്രമണം ബാധിച്ച ബീച്ച് നിവാസികൾക്ക് എത്രയും പെട്ടെന്ന് ആശ്വാസധനവും താൽക്കാലിക ഷെൽട്ടറും അനുവദിക്കണമെന്ന് പുനർഗേഹം പദ്ധതിക്ക് അനുവദിക്കാറുള്ള 10 ലക്ഷം രൂപ 25 ലക്ഷം രൂപയാക്കി ഉയർത്തണമെന്നും കെ അനീഷ് കുമാർ ആവശ്യപ്പെട്ടു. കടലാക്രമണ ഭീഷണിക്ക് ശാശ്വത പരിഹാരമായി ട്രൈപോഡ് ഉൾപ്പെടെയുള്ള ആധുനിക സംവിധാനം ഒരുക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഭഗീഷ് പൂരാടൻ, മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് ധനീഷ്, വാർഡ് മെമ്പർ സന്തോഷ് പണിക്കശ്ശേരി, സുനിൽ കുമാർ, ദീപ സുനിൽ എന്നിവർ പങ്കെടുത്തു. കടലാക്രമണമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഒരു 20ലധികം വീടുകൾ പൂർണ്ണമായിട്ട് ഈ മേഖലയിൽ നശിച്ചു പോയി കഴിഞ്ഞു. കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഒരു 200ലധികം വീടുകൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രദേശമാണ്. ഉദ്ദേശം ഒരു കിലോമീറ്ററോളം ദൂരം കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കടലെടുത്തു കഴിഞ്ഞു ഈ പ്രദേശത്ത്. അപ്പം അതിഭീകരമായിട്ടൊരു സാഹചര്യമാണ്. ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത സാഹചര്യം ദുസ്സഹമാണ്. ആ പ്രശ്നങ്ങൾക്കൊരു ശാശ്വത പരിഹാരം ഉണ്ടാകണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത്. തൃശൂരിൽ വിദ്യാർത്ഥികളെ ബസ്സിൽ നിന്നും കണ്ടക്ടർ തള്ളിയിട്ടെന്ന് പരാതി. കിള്ളിമംഗലം ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളാണ് പരാതിയുമായി രംഗത്തെത്തിയത്. 4 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. പരിക്കേറ്റ വിദ്യാർത്ഥികൾ ചേലക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. തൃശൂർ തിരുവല്ലുവാമല റൂട്ടിൽ സർവീസ് നടത്തുന്ന പ്രിയാമോൾ ബസ്സിനെതിരെയാണ് പരാതി നൽകിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
അന്തരിച്ച പ്രശസ്ത സിനിമാ താരം ബഹദൂറിന്റെ സ്മരണാർത്ഥം അദ്ദേഹം പഠിച്ചിരുന്ന എറിയാട് കേരളവർമ്മ ഹയർ സെക്കൻഡറി സ്കൂളിൽ പുനർനിർമ്മിച്ച ബഹദൂർ ഗേറ്റ് തുറന്നു. ബഹദൂറിന്റെ സഹോദരി ആസിഫ സെയ്ദ് മുഹമ്മദ് ഉദ്ഘാടനം നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം സുഗത ശശിധരൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫൌസിയ ഷാജഹാൻ, വാർഡ് മെമ്പർ പി കെ മുഹമ്മദ്, PTA പ്രസിഡന്റ് ടി കെ റാഫി, മുഹമ്മദ് ഹസൻ തുടങ്ങിയവർ സംസാരിച്ചു. സ്വാഗതം ചെയ്തുകൊള്ളുന്നത് നമ്മുടെ ബഹുമാനായ PTA പറയും എല്ലാവരെയും സ്നേഹത്തോടെ കണ്ടവരെല്ലാം അവസാനിപ്പിക്കും. ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അത് അദ്ദേഹത്തിന് പഠിച്ചത് ഈ എറിയാട് സ്കൂളാണ്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഇവിടെ തന്നെ കിടന്ന് മരിച്ചെന്ന് പറയാം. ഇവിടെ തന്നെ മാള പഞ്ചായത്ത് PK പരമേശ്വരൻ സ്മാരക ഹാൾ പൊളിക്കാനുള്ള നടപടികൾ ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മാള മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ധർണ ബ്ലോക്ക് പ്രസിഡന്റ് NS വിജയൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് സന്തോഷ് ആത്തപ്പള്ളി അധ്യക്ഷനായി. TCC ജനറൽ സെക്രട്ടറി AA അഷ്റഫ്, PD ജോസ്, ജോഷി കാഞ്ഞൂത്തറ, സോയ് കോലഞ്ചേരി, ശോഭന ഗോകുൽനാഥ്, ഹക്കീം ഇക്ബാൽ എന്നിവർ സംസാരിച്ചു. ഊരകം ALP സ്കൂളിൽ ഊരകം രവിവർമ്മ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഇതും നമ്മൾ അതിജീവിക്കും എന്ന നാടകം അവതരിപ്പിച്ചു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ നാടക അവതരണം ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഇൻചാർജ് ദേവസേന അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ K കൃഷ്ണകുമാർ, PTA പ്രസിഡന്റ് രാകേഷ് ഉണ്ണിയാംപുറം, പ്രധാന അധ്യാപിക ഗിൽസ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. സുരേഷ് നന്മ, ഗോപു ഊരകം, സനി വല്ലച്ചിറ, ചാക്കോടി അന്തിക്കാട് എന്നിവർ മുഖ്യ കഥാപാത്രങ്ങളായി. തുടർന്ന് നടന്ന ചടങ്ങിൽ വിദ്യാലയത്തിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിയായ യാദവ് അലങ്കാര മത്സ്യം വാങ്ങുവാൻ സ്വരൂപിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. ലഹരിക്കെതിരെ നിശ്ചല ദൃശ്യാവിഷ്കാരവുമായി RMHSS ഗൈഡ്സ്. RMHSSൽ നിന്നും ആരംഭിച്ച ദൃശ്യാവിഷ്കാര റാലി പ്രിൻസിപ്പാൾ ലെയ്സൺ ഉദ്ഘാടനം ചെയ്തു. ആളൂർ ജംഗ്ഷനിൽ സമാപിച്ച ദൃശ്യാവിഷ്കാരം റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ജോജോ KR, വൈസ് പ്രസിഡന്റ് രതി സുരേഷ്, ഇരിങ്ങാലക്കുട എക്സൈസ് ഇൻസ്പെക്ടർ PR അനുകുമാർ, ആളൂർ പോലീസ് ഇൻസ്പെക്ടർ KM ബിനീഷ്, വാർഡ് മെമ്പർ KB സുനിൽകുമാർ, PTA പ്രസിഡന്റ് ഡെന്നിസ് കണ്ണംകുന്നി എന്നിവർ സംസാരിച്ചു. മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് SC വനിതാ വിപണന കേന്ദ്രത്തിലെ കടമുറികളുടെ കരാർ പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് SC/ST ഫെഡറേഷൻ മുല്ലശ്ശേരി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. ഫെഡറേഷൻ ജില്ലാ ചെയർപേഴ്സൺ അജിത നാരായണൻ ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ TM വിജയൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം KC സജീവൻ, മണ്ഡലം ചെയർമാൻ NA അഭയൻ, സജീവൻ പാലക്കൽ, സന്തോഷ് തിരുത്തിയിൽ, KS സദാശിവൻ, NK വിമല, സുരേഷ് KS, അനീഷ് TP എന്നിവർ സംസാരിച്ചു. മുക്കാട്ടുകര ബെത്ലഹേം CHS കലോത്സവം പിന്നണി ഗായിക റിയ ബിനു ഉദ്ഘാടനം ചെയ്തു. ഹെഡ്മിസ്ട്രസ് സിസ്റ്റർ ആഗ്നസ് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ സ്മിത, മേരി ആന്റോ, ബിന്ദു എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണപുരം കോതപറമ്പ് വാസുദേവ വിലാസം UP സ്കൂളിൽ നിർമ്മിച്ച ഫുട്ബോൾ കോർട്ട് ഉദ്ഘാടനം ചെയ്തു. ET ടൈസൺ MLA ഉദ്ഘാടനം നിർവഹിച്ചു. PTA പ്രസിഡന്റ് പ്രഭോഷ് അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപിക PR ജ്യോതി, വാർഡ് മെമ്പർ സുബീഷ് ചെത്തിപ്പാടത്ത്, PTA വൈസ് പ്രസിഡന്റ് TS സുധീഷ്, മാനേജർ പ്രതിനിധി ജോസഫ്, SRG കൺവീനർ TG സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു. വാണിജ്യം. വ്യത്യസ്ത രുചി വൈവിധ്യങ്ങളുമായി തൃശൂർ നിവാസികളുടെ മനം നിറച്ച കെനറി ഗ്രൂപ്പിന്റെ പുതിയ റെസ്റ്റോറന്റ് കൂർക്കഞ്ചേരിയിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ കൊടുങ്ങല്ലൂർ റോഡിൽ കൂർക്കഞ്ചേരി പോസ്റ്റ് ഓഫീസിന് എതിർവശം പ്രവർത്തനം ആരംഭിച്ച കെനറി റെസ്റ്റോറന്റിന്റെ പുതിയ ശാഖയുടെ ഉദ്ഘാടനം കെനറി ഗ്രൂപ്പ് സാരഥി സന്തോഷ് കുമാറിന്റെ മകൻ സമ്പത്ത് നിർവഹിച്ചു.
മാതാവ് സാവിത്രി ഭദ്രദീപം തെളിയിച്ചു. കെനറി സാരഥി സന്തോഷ് കുമാർ ആദ്യ വിൽപ്പന നടത്തി. സഹോദരി ഭർത്താവ് സതീശൻ ആദ്യ വിൽപ്പന സ്വീകരിച്ചു. ചടങ്ങിൽ കെനറി കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. നാവിൽ രുചിയൂറുന്ന വ്യത്യസ്തങ്ങളായ ഇന്ത്യൻ വിഭവങ്ങൾക്ക് പുറമെ ഇറ്റാലിയൻ, അറബിക്, ചൈനീസ്, തായ്, ഫ്യൂഷൻ തുടങ്ങിയ രുചി വൈവിധ്യങ്ങളും കെനറി റെസ്റ്റോറന്റിൽ നിന്ന് അനുഭവിച്ചറിയാവുന്നതാണ്. കൂടാതെ മുൻകൂട്ടി ഓർഡർ ചെയ്യുന്നവർക്ക് ജാപ്പനീസ് സ്പെഷ്യൽ വിഭവമായ A5 ഗ്രേഡ് വ്യാഗ്യു ബീഫും ഇമ്പോർട്ടഡ് സാൽമണും കെനറിയിൽ ലഭ്യമാണ്. 12 മണിക്കൂർ സ്ലോ കുക്കിംഗ് റിബ്സും കെനറിയുടെ മാത്രം പ്രത്യേകതയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 7045673333. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6660, പവന് 53,280. വെള്ളി ഗ്രാമിന് 91, പ്ലാറ്റിനം ഗ്രാമിന് 3286 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പൂർണ്ണമായും സ്വാഗതാർഹമെന്ന് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ്. വേട്ടക്കാർക്കൊപ്പം നിൽക്കില്ലെന്നും സിദ്ദിഖ്. പുല്ലൂർ ഊരകം വെറ്റിലമൂലയിൽ വീട് കുത്തി തുറന്ന മോഷണം. 2.5 പവന്റെ സ്വർണ്ണാഭരണങ്ങളും പണവും നഷ്ടപ്പെട്ടു. കണ്ടശാങ്കടവ് ഗവൺമെന്റ് സ്കൂളിൽ നിന്നും പണം മോഷണം പോയി. കോർപ്പറേഷൻ കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി യോഗം ചേർന്നു. പുലിക്കളിയും കുമ്മാട്ടിക്കളിയും നടത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിൽക്കാൻ കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തീരുമാനം. ചലച്ചിത്ര നടൻ നിർമ്മൽ വി ബെന്നി അന്തരിച്ചു. വിടവാങ്ങിയത് ആമീൻ സിനിമയിലൂടെ ശ്രദ്ധേയനായ നടൻ. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ടാറിംഗ് ഉടൻ ആരംഭിക്കുമെന്ന് അധികൃതർ. കുന്നംകുളത്ത് ഇതര സംസ്ഥാന തൊഴിലാളികൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഒഡീഷ സ്വദേശി മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട സുഹൃത്ത് ഒഡീഷ സ്വദേശി ഭക്താറാം ഗൌഡയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.